തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആർക്ക് വോട്ട് പറിക്കുമെന്നാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ മുഖ്യ ചർച്ചാ വിഷയം. ഇതുവരെ പറഞ്ഞു കേട്ടിരുന്നത് സി ദിവാകരൻ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടുവെന്നും ശശി തരൂരും കുമ്മനവും തമ്മിലുള്ള മത്സരത്തിൽ CPMൻ്റെ വോട്ട് ശശി തരൂരിൻ്റെ പെട്ടിയിൽ വീഴുമെന്നും ഒക്കെയായിരുന്നു. പക്ഷേ കഥകൾ ഈ 2 ദിവസമായി മാറി മറിയുന്നു. ഇന്നലെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ പേജിൽ ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ആ പോസ്റ്റിൽ പറയുന്നത്, ഇപ്പോൾ ശശി തരൂർ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു, ശശി തരൂരിന് കിട്ടാവുന്ന ചില വോട്ടുകൾ കുമ്മനത്തിൻ്റെ പെട്ടിയിൽ വീഴും, അതുകൊണ്ട് കുമ്മനത്തെ ഒരു കാരണവശാലും ജയിപ്പിക്കരുത്, ഈ വൈകിയ വേളയിൽ സി ദിവാകരന് വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്ന അപേക്ഷയുമായി ചില പോസ്റ്റുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ഇതിന് കൗണ്ടർ എന്നോണം സി ദിവാകരന് CPM പ്രവർത്തകർ നൽകേണ്ട വോട്ടുകൾ മറിച്ച് ശശി തരൂരിന് നൽകണം, കുമ്മനത്തെ ഒരു കാരണവശാലും ജയിപ്പിക്കരുത് എന്നാണ് മറ്റു ചില പോസ്റ്റുകളിൽ പറയുന്നത്. എന്തായാലും തിരിച്ചും മറിച്ചുമൊക്കെ ആർക്ക് വോട്ട് പറിക്കുമെന്നാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ മുഖ്യ ചർച്ച. കൃത്യമായ ത്രികോണ മത്സരം എന്ന് ധ്വനിപ്പിക്കുന്നതായിരുന്നു മത്സരത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഉയർന്നു കേട്ടത്. എന്നാൽ പെട്ടെന്ന് തന്നെ മത്സരം തരൂരും കുമ്മനവും നേർക്കുനേറായി. മിസോറാമിൽ നിന്ന് പറന്നിറങ്ങിയ കുമ്മനം രാജശേഖരൻ ഞൊടിയിടയിൽ ചില അത്ഭുത വിദ്യകൾ കാട്ടി 1ാം സ്ഥാനത്തെത്തിയെന്ന് മനോരമ ഉൾപ്പെടെയുള്ള സർവേകളിൽ വ്യക്തമാകുന്നു. തൊട്ടടുത്ത് നിൽക്കുന്നത് ശശി തരൂർ, സി ദിവാകരൻ കാതങ്ങൾക്ക് പിന്നിലാണ് എന്നായിരുന്നു ഇന്ന് വരെ പറഞ്ഞു കേട്ടത്. എന്നാൽ ഇപ്പോൾ CPMലെ ഉന്നത നേതാക്കൾ നൽകിയ നിർദ്ദേശം ഏതു വിധേനയും ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി ദിവാകരൻ്റെ പെട്ടിയിൽ എത്തിക്കണം എന്ന് തന്നെയാണ്. ഒരു കാരണവശാലും കുമ്മനം ജയിക്കും എന്ന ഭീതിയിൽ വോട്ടുകൾ മറിച്ച് നൽകേണ്ട എന്നുള്ള സന്ദേശമാണ് CPM നേതൃത്വം അണികൾക്ക് നൽകിയിരിക്കുന്നത് എന്നും ചില പോസ്റ്റുകൾ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇപ്പോൾ വ്യാപകമായി വൈറലാവുകയാണ്. ഏറ്റവും പ്രധാനമായി കാണുന്നത് ശശി തരൂരിന് യാതൊരു വിധത്തിലും CPM വോട്ടുകൾ മറിച്ച് നൽകരുത് എന്ന് ഉന്നത നേതാക്കൾ നിർദ്ദേശം നൽകിയെന്നുള്ള CPMനോടനുബന്ധമായ ഒരു പോസ്റ്റാണ്. ഈ പോസ്റ്റുകൾ നേതൃത്വം അറിഞ്ഞാണോ അതോ അണികൾ സ്വന്തം നിലയ്ക്കാണോ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നതാണോ എന്നതാണ് ഏറെ സന്ദേഹമുളവാക്കുന്നത്. കേരളത്തിലെ മത്സരച്ചൂടിൽ ഏറ്റവും മുന്നിലെത്തിയ കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കുക എന്നത് UDFൻ്റെയും LDFൻ്റെയും ഉറച്ച തീരുമാനം തന്നെയാണ്, അതിൽ തർക്കമില്ല. എന്നാൽ എങ്ങനെയായിരിക്കണം തിരുവനന്തപുരത്തെ മത്സരത്തിൻ്റെ സ്ട്രാറ്റജി എന്ന് അണികൾ ഇപ്പോൾ ആകെ പതറിയ അവസ്ഥയിലാണ്. കൃത്യമായി പറഞ്ഞാൽ കുമ്മനത്തെ തളയ്ക്കാൻ ഏത് വഴി സ്വീകരിക്കണം എന്നതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഇന്നലെ തിരുവനന്തപുരത്ത് കേരള ക്രിസ്ത്യൻ മൂവ്മെൻറ്റ് നടത്തുന്ന അഭ്യർത്ഥന എന്ന പേരിൽ ഒരു നോട്ടീസ് വ്യാപകമായി വിതരണം ചെയ്യുകയുണ്ടായി. ആ നോട്ടീസിൽ പറയുന്നത് തിരുവനന്തപുരം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ ക്രിസ്ത്യൻ വോട്ടർമാരോട് കേരള ക്രിസ്ത്യൻ മൂവ്മെൻറ്റ് നടത്തുന്ന അഭ്യർത്ഥന എന്നാണ്. മറക്കരുത് ഒരിക്കലും എന്ന ടൈറ്റിലാണ് ഈ നോട്ടീസ് വിതരണം ചെയ്തിരിക്കുന്നത്. ഭാരതത്തിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് ആശങ്കപ്പെടുന്ന വർത്തമാനകാലത്തെ ഗൗരവമേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഏപ്രിൽ 23-ന് നടക്കുന്നത്. ഒരിക്കൽ കൂടി വർഗീയ കക്ഷികൾക്ക് അധികാരം കിട്ടിയാൽ ഇന്ത്യയിലെ മതേതരത്വവും ജനാധിപത്യവും പൊളിച്ചെഴുതും എന്നതിന് സംശയമില്ല. ക്രൈസ്തവ ദേവാലയങ്ങളിലെ കാണിക്കയ്ക്ക് GST, മിഷണറികൾ പീഡിപ്പിക്കപ്പെടുന്നു, ദേവാലയങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കുന്നു, വർഗീയ സ്പർദ്ധ സൃഷ്ടിക്കുന്നു തുടങ്ങിയ വർഗീയ വിരോധം നിരത്തുന്ന നിരവധി കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ലഘുലേഖയാണ് വിതരണം ചെയ്യപ്പെട്ടത്. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം ന്യൂനപക്ഷക്കാർക്ക് ഏറെ പങ്കാളിത്തമുള്ള ഒരു മണ്ഡലമാണ്. ഇപ്പോൾ നടന്ന 2 തെരഞ്ഞെടുപ്പ് സർവേകളിലും തിരുവനന്തപുരത്ത് നേരിയ മുൻതൂക്കം BJPക്ക് ലഭിക്കുന്നതായി പ്രചരിപ്പിക്കപ്പെടുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഈ മുന്നേറ്റം. ആ ഏകീകരണം ശശി തരൂരിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. നമ്മുടെ അശ്രദ്ധ കൊണ്ടും അലംഭാവം കൊണ്ടും നിസ്സംഗത കൊണ്ടും ഒരു ദുരന്തം നാം ക്ഷണിച്ചു വരുത്തരുത്. ഇതായിരുന്നു ആ ലഘുലേഖയുടെ ഉള്ളടക്കം. ഡോക്ടർ ശശി തരൂരിനെ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. കേരള ക്രിസ്ത്യൻ മൂവ്മെൻറ്റ് എന്ന പേരിൽ പുറത്തിറങ്ങിയ നോട്ടീസിൽ വർഗീയത വിതറുന്ന ഒട്ടനവധി കാര്യങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. കേരളത്തിലെ ഒരു മണ്ഡലങ്ങളിലും കാണാത്ത വിധത്തിൽ ഇത്തരത്തിൽ പോസ്റ്റുകളും ലഘുലേഖകളും നോട്ടീസുകളും വ്യാപകമായി കേരളത്തിൽ വിതരണം ചെയ്യപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത,
കോവളം, നെയ്യാറ്റിൻകര, പാറശാല തുടങ്ങിയ പ്രദേശങ്ങളിൽ പോളിംഗ് സ്റ്റേഷനടുത്തായി ശബരിമല സമരത്തെ അനുസ്മരിപ്പിക്കുന്ന ചില ഹോർഡിങ്സുകൾ ഉയരുന്നു, ചില പോസ്റ്ററുകൾ വ്യാപകമായി പതിക്കുന്നു എന്നുള്ള വാർത്തയാണ്. തീപാറുന്ന തിരുവനന്തപുരത്തെ പോരാട്ടത്തിന് ചൂട് പകരാൻ ഇത്തരത്തിലുള്ള നിരവധി കളികളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വ്യാജ പോസ്റ്റുകളും വ്യാജ ലഘുലേഖകളും വ്യാജ നോട്ടീസുകളും കൊണ്ട് അണികളെ ആശയക്കുഴപ്പത്തിലാക്കുക, പ്രവർത്തകരെ സന്ദേഹത്തിലാക്കുക, തന്ത്രങ്ങൾ അനുനിമിഷം മാറിമറിയുന്നു. കുമ്മനപ്പേടിയിൽ ആർക്ക് വോട്ടുമറിക്കും എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും തലസ്ഥാനത്തിൻ്റെ വിശേഷങ്ങൾ ഒരു തമാശ തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.